നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ കോഴിക്കോടുള്ള ഫ്രൂട്ട്ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്യൂസ് സ്പോട്ട് ഉണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ ഷോർട്സ് ചാലഞ്ചും അതേപോലെ ബെറിയപ്പും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് ദി എപ്പിസോഡ്. ഹോപ്പ് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. 2019 എറണാകുളത്തെ എടപ്പള്ളിയിലാണ് ഫസ്റ്റ് ബ്രാഞ്ച് ഹഫീസും ഷിഹാസും ഓപ്പൺ ചെയ്യുന്നത്. ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ സിറപ്സോ ഉപയോഗിക്കാതെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസാണ്. ഇവരുടെ ഷോർട്ട് ചാലഞ്ച് ഇൻസ്റ്റഗ്രാം വഴി സെലിബ്രിറ്റീസിലൂടെ ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവർക്ക് 10 ബ്രാഞ്ച് ഉണ്ട്. അവരുടെ കോഴിക്കോട് ബ്രാഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല ആംബിയൻസ് ഉള്ള ഇൻറ്റീരിയറാണ്, നല്ല വുഡൻ ഫിനിഷ് ഫ്ലോറാണ്. അപ്പർ സ്പേസും ഉണ്ട്, ലോവർ സ്പേസും ഉണ്ട്. ഞാൻ അപ്പർ സ്പേസ് എടുത്തത്. അടുത്തതായിട്ട് നമുക്ക് ഈ കളർഫുൾ ആയിട്ടുള്ള ഷോട്ട് ഓർഡർ ചെയ്യാം. 12 റിഫ്രഷ്മെൻറ്റ് ഷോട്ടിന് 270 രൂപയാണ്. അതിൽ തന്നെ ഓറഞ്ചും ഉണ്ടാവും, വാട്ടർമെലനും ഉണ്ടാവും, ഗ്രേപ്പും ഉണ്ടാവും, പൈനാപ്പിളും ഉണ്ടാവും. സോ നമുക്ക് എന്തായാലും അത് ആദ്യം ഓർഡർ ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെൻ്റ് ആയിട്ട് ഈ ഒരു വുഡൻ ബ്ലോക്ക് കിട്ടും. ദേ ആർ ടെല്ലിങ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം ബിക്കോസ് എവറിത്തിങ് ഈസ് ഫ്രഷ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള 12 ഗ്ലാസ്സുകൾ ഓറഞ്ചും ഗ്രേപ്പും പൈനാപ്പിളും വാട്ടർമെലനും നമുക്ക് എത്തിക്കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഒരു വുഡൻ കണ്ടെയ്നറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കുടിക്കുക എന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ആംബിയൻസും അറേഞ്ച്മെൻറ്റുമാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാലും നമുക്കിത് കുടിച്ചു തുടങ്ങാം. എങ്ങനെയുണ്ട്? സോ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ഗ്ലാസ് കുടിച്ചു. രണ്ടാമത്തെ ഗ്ലാസ് വരെ കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ ഗ്ലാസ്, നാലാമത്തെ ഗ്ലാസ്, ഓക്കെ പോരട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. 5-ാമത്തെ ഗ്ലാസ്, ഓക്കെ. 6-ാമത്തെ ഗ്ലാസ്, പൈനാപ്പിളാണ് എൻ്റെ ഫേവറേറ്റ്. 7-ാമത്തെ ഗ്ലാസ്, 8-ാമത്തെ ഗ്ലാസ്, 9-ാമത്തെ ഗ്ലാസ്, 10-ാമത്തെ ഗ്ലാസ്, 11-ാമത്തെ ഗ്ലാസ്. സോ തെറ്റിപ്പോയിട്ടോ. 11-ാമത്തെ ഗ്ലാസ്, 12-ാമത്തെ ഗ്ലാസ്. സോ ടോട്ടൽ 12 ഗ്ലാസിൻ്റെ ജ്യൂസുകൾ 270-ൻ്റെ ഷോർട്ട് ചാലഞ്ച് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ചാലഞ്ച് ഒരുപാട് സെലിബ്രിറ്റീസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചാലഞ്ചാണ്. ഷിയാസ്, ടൊവിനോ ഒക്കെ. അങ്ങനെ ഞാനും ഈ ചാലഞ്ച് എടുത്തിരിക്കുകയാണ്. ഐ ഫീൽ ഫുൾ. അങ്ങനെ ഫ്രൂട്ട്ബേയിലെ ഷോർട്ട് ചാലഞ്ച് നമ്മൾ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് ബെറിയപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതേപോലെ തന്നെ സെലിബ്രിറ്റീസ് ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് അടിഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ ബെറി ഐസ്ക്രീം ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യാം. സ്ട്രോബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, അതുപോലെ റാസ്ബെറി ഉണ്ട്. 240 രൂപയാണ്. ഇനി നമുക്കത് ഓർഡർ ചെയ്യാം. ബെറിയപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇങ്ങോട്ട് പൊക്കുമ്പോൾ താഴ്ന്ന ബെറിയും ഐസ്ക്രീമും താഴെ പ്ലേറ്റിലേക്ക് വീഴും. നേരിട്ട് പ്ലേറ്റിൽ വെക്കുന്നതിന് പകരം ഈ ബെറി അപ്പ് ചെയ്യുന്നതാണ് ഈ കോൺസെപ്റ്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു ഇന്നോവേറ്റീവ് സംഭവം ആയതുകൊണ്ട് നമുക്കൊക്കെ ഒരു രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി സ്പൂണ് വേണം. ഇനി സ്പൂണ് കിട്ടിയ സ്ഥിതിക്ക് ആ പ്ലേറ്റിൽ നിന്ന് ബെറി ഐസ്ക്രീം കഴിക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല കേട്ടോ. ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഷോട്ട് തന്നെയാണ്. പക്ഷേ ഐസ്ക്രീം കഴിക്കാം. ഈ ബെറി കോൺസെപ്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ ബ്ലാക്ക്ബെറി ആയാലും സ്ട്രോബെറി ആയാലും എനിക്ക് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ഐഡിയ അല്ലേ. എന്തായാലും നേരിട്ട് പ്ലേറ്റിൽ വെക്കുന്നതിന് പകരമായിട്ട് അവരിങ്ങനെ ബെറി അപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത്. എത്രയോ ഷോപ്പുകളിൽ ബെറി ഐസ്ക്രീം ഉണ്ട്. പക്ഷേ അവർ ഈ ഇന്നോവേറ്റീവ് കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ ഒരു വിസിബിലിറ്റി കിട്ടിയത്. അടിപൊളി. സോ ഫൈനലി ഞാനൊരു പ്ലെയിൻ ജ്യൂസ് കുടിച്ചിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. മാത്രമല്ല നിങ്ങൾ ഈ ബെറിയപ്പും അതേപോലെ ഷോർട്ട് ചാലഞ്ചും ഒന്ന് ട്രൈ ചെയ്യുക. ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നന്നായിരിക്കും. സോ ട്രൈ ചെയ്തവർ കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവിധ ആശംസകളും. സോ സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. അണ്ടിൽ ദെൻ ബൈ.